ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം? ചുമ്മാ ഇരിക്കണം, പറഞ്ഞു തീർക്കട്ടെ. അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. ഞാൻ ഈ പയ്യനെ കുറിച്ച്, ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം പ്രായം എത്രയാന്ന് ചോദിക്കുന്നില്ല, പക്ഷെ പക്വത വന്നിട്ടില്ല. അടിപൊളി. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. മമ്മിയുണ്ടോ? അമ്മാമ്മ കേക്കണം കേട്ടോ. ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് ഒരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക മുകേഷേട്ടന്. ദുബായ് ആണ്, മറ്റൊരു വ്യക്തിയുടെ വീടാണ്. അപ്പൊ നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കണമല്ലോ. അതെ അതെ. ഞാൻ നോക്കിയപ്പോ ഈ ചെറുക്കൻ മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു. അത് നേരാവാനാണ് വഴി. എല്ലാരും മര്യാദയ്ക്ക് നിൽക്കുമ്പോ കൊരങ്ങോട്ട് കയറി ഇരിക്കുന്ന പോലെ അതിന്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു മര്യാദ വേണ്ടേ? അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ ശ്രദ്ധ മുഴുവൻ ഇവന്റോട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച്, മോനെ ഇത്തിരി കഴിക്കുന്നുണ്ടെന്ന് പറയും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ചട്ടിയോടെ ഇവരെടുത്തോണ്ട് പോകും. അപ്പൊ എനിക്ക് ഒത്തിരി സെന്റിമെന്റ്സ് ആയി ഇവനോട്. അവസാനം ധ്യാനം മുകേഷോട്ടൊക്കെ കളിയാക്കും. ഉർവശി ഷൈനെ വളർത്താൻ കൊണ്ടുപോകാൻ പോവാൻ മദ്രാസ്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. കാരണം എന്റെ മോനും ഇതിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചേഷ്ടകളൊക്കെ കാണുമ്പോഴേ അവൻ കുറച്ചുകൂടെ, അവന് 9 വയസ്സായി, അവൻ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ടാകും. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാ. ഇത് കുറച്ച് വൈറ്റ് ക്ലബിൽ വന്നവന്. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. വരട്ടെ. ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കുന്നയ്യേ നിന്നോട് ചോട്ടി മുറുക്കി തുപ്പിയ താറാണ്.